അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ സംബന്ധിച്ചായിട്ട് ഇന്ത്യ ചൊല്ലുന്നുണ്ട്. ഷാഫി ഇമാമിനെ കുറിച്ച് 2 ക്ലാസ് നാം മുന്നോട്ട് നടത്തിയ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഒരാൾ കേൾക്കുന്നത് അയ്യുമൽ അഫ്ളലു ലിർറജുലി അൻ യുമക്കന ലഹു ഔ യുബ്തല ലഹു. ഒരു മനുഷ്യർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? അള്ളാഹു ഉന്നതമായ പദവിക്ക് എത്തിക്കലോ അതല്ല അയാളെ കഷ്ടം കൊടുത്ത് പരീക്ഷിക്കലോ? 2 നിലക്കുണ്ടല്ലോ. അള്ളാഹു താല ഒരാളെ വലിയ സ്ഥാനത്ത് എത്തുവാട്ട്, അതല്ലെങ്കിൽ അയാളെ കഷ്ടം കൊടുത്തിട്ടാണ് അയാളെ സബർ എടുക്കട്ടെ, അപ്പൊ അയാൾക്ക് അതുക്കും പ്രതിഫലം കിട്ടും. അപ്പൊ ഏതായിട്ട് ഒരു മനുഷ്യർക്ക് ശ്രേഷ്ഠമായത്? അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലാ ഒരു മനുഷ്യ ഏറ്റവും വലിയ പദവിക്ക് എത്തണമെങ്കിൽ അവൻ കഷ്ടപ്പെടേണ്ടി പണ്ട് കഷ്ടപ്പെട്ടിട്ട് അവൻ പദവിക്ക് എത്തല്. ഈ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹു പരീക്ഷിച്ച ഒരുപാട് കഷ്ടം വന്ന് 950 വർഷം ഇസ്ലാം ദീനക്ക് വിളിച്ചിട്ട് പരിഹസിച്ച റായത്തങ്ങ തമാശാക്കിയാർ, എരിഞ്ഞു കൊല്ലൊക്കെ പേരായി നോക്കിയാർ, റായത്ത് ഓടുപാട്ടൊക്കെ നോക്കിയാർ. ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹു പിന്നെ ഏറ്റവും വലിയ സ്ഥാനത്ത് കല്ലെത്തുവാക്കിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇറാഖിയുടെ ആ റായത്തിൽ നിന്ന് അറാന് പോയിട്ട്, അവിടെ ഫലസ്തീന് പോയിട്ട്, അവിടെ ഈജിപ്ത് പോയിട്ട്, 2ാമത് ഫലസ്തീന് വന്നിട്ട് ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ട് ത്യാഗങ്ങൾ സഹിച്ചാലായിട്ട് ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം എത്ര കഷ്ടം വന്നത് ആ സമുദായത്തെ നയിക്കുകയും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കഷ്ടം വന്നത്. അപ്പൊ അങ്ങനെ കഷ്ടം വന്നിട്ട് അവർക്ക് കഷ്ടം കൊടുത്തിട്ട് അള്ളാഹു തആല അതാ ഫലമ്മ സ്വബറു മക്കനഹും, മഹാനായ ഷാഫി ഇമാം ക്ഷമിച്ചപ്പോ അള്ളാഹു നമുക്ക് ഉന്നതമായ പദവിയിൽ അള്ളാഹു തആല കൊടുത്ത എന്നുള്ളത്. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഹിസ്റ്ററി ചൊല്ലുമ്പോൾ ഇതേപോലെ ആയിട്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ തന്റെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചേണ്ടി വന്നു. ഒരുപാട് കാലം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു ഒരുപാട് കാലം പയിച്ചത് ഭക്ഷണങ്ങളില്ലാണ്ട്, പക്ഷെ പഠിക്കുന്നതിലും അതൊക്കെ മുന്നോട്ട് പോയല്ലാണ്ട് പെറോജാരിയില്ല. ക്ഷമിച്ചിട്ട് ഖുർആൻ 7 വയസ്സാകുമ്പോൾ തന്നെ ഖുർആൻ കാണാൻ പാടാക്കിയിട്ട്, ഇമാം മാലിക് റളിയല്ലാഹു മുഅത്താ ചൊല്ലി കിതാബ് 10 വർഷമാകുമ്പോൾ കാണാൻ പഠിച്ചിട്ട്, അങ്ങനെ മക്കത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അണ്ടത്തെ മുഫ്തിയായ മുസ്ലിം ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കുക തന്നെ അനുമതി കൊടുത്തിട്ട് അണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വയസ്സ് 15. ഷാഫി ഇമാമുക്ക് 15 വർഷമാകുമ്പോൾ തന്നെ മക്കത്തെ മുഫ്തി നിക്ക് ഫത്വ കൊടുക്കാമെന്നുള്ള അനുമതി വരെ, ഇജാസത്ത് വരെ കൊടുത്തത്. അപ്പൊ ചെറിയ വയസ്സിൽ തന്നെ ആ കഷ്ടത്തോടു കൂടെ ആയിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു പഠിച്ചത്. ഇമാം ഷാഫി റളിയല്ലാഹു ചൊല്ല്, നാന് യതീം, ഉമ്മ എന്റെ വളർത്തിയിന് അല്ലെ, ഉമ്മയുടെ മടിയിൽ നിന്നാണ് എന്റെ ഉമ്മ ആയിട്ട് വളർത്തിയിന്. അത് അണ്ട് ഉമ്മയുടെ ഒട്ടുക്ക് പഠിപ്പാട്ടി ഒരു മുഅല്ലിമ് കൊടുക്കുമല്ലോ, ഒരു പൈസ ഉമ്മയുടെ ഒട്ടിക്കില്ലേ. അതേ സമയത്ത് പഠിപ്പാട്ട് മുഅല്ലിമാണെങ്കിലോ ഉസ്താദാണെങ്കിലോ ഉമ്മ എന്തും കൊടുക്കണുണ്ടെന്നും ഇല്ല. അത് തൃപ്തിപ്പെട്ടോണ്ടേ എന്ത് മാത്രല്ല, ഉസ്താദ് അവിടെ പഠിപ്പാട്ടി പോയെങ്കിൽ ആ ജാഗയിൽ അവിടെ ഞാൻ നിന്നിട്ട് ഉസ്താദ് പഠിപ്പാട്ടിയ മക്കൾക്ക് ഞാൻ എന്താക്കിയെന്ന് അങ്ങകത്തിൽ പഠിപ്പാട്ടി കൊടുത്തോണ്ടിരുന്നു. അപ്പൊ ഷാഫി ഇമാം പഠിക്കുമ്പോ തന്നെ പഠിച്ചത് ആ ഉസ്താദ് പോയാൽ പിന്നെ ബാക്കി അത് മനസ്സിലാവാത്തെങ്കിൽ അല്ലെ പാടാവാത്തെങ്കിൽ തെച്ച് അത് പഠിപ്പാട്ടി കൊടുത്തോണ്ടിരുന്നു. ഖുർആൻ ഞാൻ ഹത്തുമല്ലാക്കി നാ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങളെ മജ്ലിസ് അവിടെ നടന്നുകൊണ്ടിരുന്നു മക്കത്തെ പള്ളിയിൽ. അതിൽ ഞാൻ തെച്ചോണ്ടിരുന്നത്, ഞാൻ ഹദീസും മസ്അലെല്ലാം പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ അണ്ടത്തെ കാലത്ത് ഈ വണ്ടടെ മുള്ളു ആട് ഇത് അർത്ഥത്തിന് മുള്ളിക്കിടല്ലേ, ഇറച്ചാക്കിയിട്ട് അതിലെ മുള്ളല്ലിക്കിട, ആ മുള്ളു അതിനെ ഞാൻ ഹദീസല്ല എഴുതി വെച്ചേനെ, മസാല ഹദീസല്ല അതിൽ ഞാൻ എഴുതി വെച്ചേനെ. ഇതിന്റെ പോലെ കഡ്ലസും പെണ്ണ് കണ്ടല്ല കുറുടി. അപ്പൊ പണ്ട് എഴുതുന്നത് ഇതേപോലെ ആയിട്ടിക്കിട്. ഇപ്പൊ വണ്ടയുടെ തൊടയുടെ ഒട്ടി മുള്ളിക്കിട്, അതുപോലെ ആടിന്റെ മുള്ളിക്കിട്, അതിനെ കലുകിയിട്ട് അതിനെ ശുദ്ധിയാക്കി അതിന്റെ മേലെ എഴുതി വെക്കില്ല ഷായി നോക്കിയിട്ട്. അങ്ങനെ ഞാൻ എഴുതി വെച്ചോണ്ടിരുന്ന. അപ്പൊ ഞങ്ങളെ വലിയൊരു ജറത്ത് വന്നെങ്കിൽ ഈ മണ്ണിടെ പാത്രം, വലിയായിട്ടുള്ള മണ്ണിടെ പാത്രം, മണ്ടെ പോലത്തത്, ഈ എഴുതിയ മുള്ളുകളെല്ലാം കൊണ്ടിട്ട് ഞാൻ അതിൽ വെക്കണം. അങ്ങനെ അത് നിറഞ്ഞുകൊണ്ടിരുന്നത്. അണ്ട് എനിക്ക് സ്വത്തൊന്നും ഇല്ല, ഇൽമ ഞാൻ പഠിച്ചോണ്ട് ചെറിയ വയസ്സിൽ ഞാൻ ഇൽമ പഠിച്ചോണ്ടിരുന്നത്.
പിന്നെ ನನക്കದು എന്തായിക്കോದು ಎಲ್ದಿ ಬೆಕ್ಕೋಗ್ಬೇನಾಯ್ತು. അങ്ങനെ ನಾನು ആലിമീങ്ങളൊട്ടു തെച്ച് അങ്ങനെ മസാല കാണാൻ പഠിച്ച് അങ്ങനത്തെ ഹദീസ് കാണാൻ പഠിച്ച് അതെല്ലാം എഴുതി വെക്കണുണ്ടായിട്ട് ഞാനത് എഴുതി വെച്ചേ. അപ്പൊ ഞാൻ ഈ മുള്ളു ഇതിലെല്ലാം എഴുതി വെച്ചിട്ട് അത് ഞങ്ങൾ ഔത്തു അങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങൾ തന്നെ നിറഞ്ഞിട്ട് എഴുതി വെച്ചത്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ടിട്ടായിട്ട് പഠിച്ചത്. ആലിമീങ്ങളെ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കണമെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിട്ട്. ഒന്നാമത് യത്തീം, ഞങ്ങളെ നബി യത്തീമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാപ്പച്ചെരിയതിലെ മരണപ്പെട്ടു പോയിട്ട്. ഹൗലിയാക്കന്മാരെ ചരിത്രത്തെ നോക്കണമെങ്കിൽ, ഇമാമിങ്ങളെ ചരിത്രത്തിൽ നോക്കണമെങ്കിൽ, മഹാന്മാരെ ചരിത്രത്തിൽ നോക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് വളർന്നങ്ങായിട്ട്. ആ കഷ്ടപ്പെട്ട് വളർന്നത് കൊണ്ടായിട്ട് അങ്ങ് വലിയ സ്ഥാനത്ത് പിന്നെ എത്ര. അപ്പൊ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ വ്യക്തി കേട്ടത് തംകീനാണോ ഇബ്തില ആണോ ഏറ്റവും ശ്രേഷ്ഠമായത്? എന്തായാലും അള്ളാഹു താല ഉന്നതമായ പദവികാല എത്തുവട്ടെ, അല്ല കഷ്ടം കൊടുക്കട്ടെ. അപ്പൊ ഇമാം കൊടുത്ത മറുപടി ഏറ്റിക്കിട്ട് അള്ളാഹു താല കഷ്ടം കൊടുത്തിട്ടേ പിന്നെ ഉന്നതമായ പദവിക്ക് എത്താത്ത. അതൊക്കെ ഏറ്റവും വലിയ സംഭവം തന്നെ ഏറ്റിക്കിട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കറായത്തങ്ങ് ഒരുപാട് കഷ്ടപ്പെടുത്തിയാറ്, ഓടുപാട്ട നോക്കിയാറ്, കൊല്ലൊക്കെ നോക്കിയാറ് എല്ലാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ മക്കയും മദീനവും നബി തങ്ങളുടെ നിയന്ത്രണത്തിൽ. അവിടുത്തെ അണ്ടത്തെ എല്ലാ നിയന്ത്രണവും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ. നബി തങ്ങൾ ചൊന്നതുപോലെ രണ്ട് റായത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും കീഴടക്കി നബിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ശരിയായി ഇസ്ലാമിനോട് പടിപ്പാട്ടി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോ വലിയൊരു ആലിമീങ്ങളെ ഈ സമുദായത്തിന് സമർപ്പിച്ചു പോയിട്ട് ലക്ഷക്കണക്കുള്ള സ്വഹാബാക്കൾ ദാനാഭാഗത്തും ഇസ്ലാമുമായി കടന്നു പോയാൽ എത്തുപറ്റിയാണ്. അപ്പോ കഷ്ടപ്പെട്ടിട്ടായിട്ട് പരീക്ഷണങ്ങളെ അതിജയിക്കുമ്പോഴത്തേക്ക് വലിയ സ്ഥാനത്ത് എത്തുക എന്നുള്ളത് അത് യാറത്തെ പണ്ഡിതന്മാരെ ഹിസ്റ്ററിയും അങ്ങനെ തന്നെയായിട്ട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ. ഇൻഷാ അല്ലാഹ് ഷാഫി ഇമാമിനെ കുറിച്ച് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓരോന്നും അത് പഠിക്കണം. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് നമുക്ക് അള്ളാഹു താല അവിടുത്തെ മദദ് അള്ളാഹു നൽകി നിങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാഫി ഇമാമുടെ കൂടെ സാലിഹ്യങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാം. മുത്തഖീങ്ങളിൽ അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.